സോ എൻ്റെ പരിശീലന ജീവിതത്തിലെ അനുഭവങ്ങളുടെ സീരീസിലെ എപ്പിസോഡ് മിനിറ്റ് അതിൻ്റെ കൊടുന്ന് അവസാനം ഇത് മാച്ചിനല്ല വയറ് കാണാതിരിക്കാനാണ്. ശരിക്കും ആ വയറ് ഇത് നമ്മൾ ആളുകൾ വിചാരിക്കേ ഇതെന്തോ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. അല്ല, ഇത് പലതും കാണാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരിശീലന ജീവിതത്തിലെ അനുഭവങ്ങൾ പറയുന്ന സീരീസിലെ എപ്പിസോഡ് നമ്പർ 3. ഇതും ഒരു സ്കൂളിലാണ് കേട്ടോ. KGയിലെ ഫസ്റ്റ് ഡേ ആണെന്നാണ് എൻ്റെ ഓർമ്മ. KG മറ്റോ ഫസ്റ്റ് ഡേ. നിറച്ചും പേരൻസ് ഉണ്ട്. 1000ഓളം പേരൻസ്. പണ്ട് നടന്നാണ്, ഒരു 10 വർഷം മുമ്പത്തെ ഓർമ്മയെന്ന് എടുത്ത് പറയാം. അങ്ങനെ KG പേരൻസ് അല്ലേ, അടിപൊളി പേരൻസാണ്. നൈസ് അടിപൊളിയായിട്ട് ഇങ്ങനെ ക്ലാസ് ഞാനിങ്ങനെ കത്തിക്കുന്നു. പേരൻസിനാണെങ്കിൽ സന്തോഷമായിട്ടിരിക്കുക. കാരണം പിള്ളേരെ വിട്ടിട്ട് പിള്ളേർ സ്കൂളിലേക്ക് പോയിട്ട് ഇരിക്കുകയാണല്ലോ. അപ്പോൾ പിള്ളേരോട് പോയപ്പോൾ പേരൻസിന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ക്ലാസ് ഞാൻ തകർക്കുന്നു, അടിച്ച് പൊളിച്ച് എല്ലാവരും ചിരിക്കുന്നു, ചിരി കളിച്ച് ഞാനും അവരും കൂടിയുണ്ട് ഒന്നായി. ഫുൾ ചിരിയും കോമഡിയൊക്കെ ആയിട്ട് ക്ലാസ് ഇങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നത്, ഒരു സ്ത്രീ മാത്രം ചിരിക്കുന്നില്ല. ചിരിക്കാനിങ്ങനെ ശ്രമിക്കുന്നു, അവർക്കിങ്ങനെ ചിരി വരുന്നില്ല. പകുതിയൊക്കെ ചിരിക്കുന്നു, കഷ്ടപ്പെട്ട് ചിരിക്കുന്നു. പിന്നെ എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നു, ഇടയ്ക്ക് ഇങ്ങനെ തല താഴ്ത്തിയിരിക്കുന്നു, ഇടയ്ക്ക് അങ്ങോട്ട് നോക്കിയിരിക്കുന്നു. ചിരിക്കുന്നില്ല. എൻ്റെ ക്ലാസ് അവർക്ക് ഇഷ്ടപ്പെടുന്നേ ഇല്ല എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ അവരാണെങ്കിൽ ഒരു KGയുടെ പേരൻ്റ് പോലെ തോന്നിയില്ല. അവരുടെ ചിലപ്പോൾ കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയായിട്ട് തോന്നി. അപ്പോൾ ഇവർ മാത്രമാണ് ആ പ്രോഗ്രാം എൻജോയ് ചെയ്യാതെ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി എന്തോ ഒരു വിഷമം, എന്താണെന്നറിയില്ല, എനിക്കൊരു വിഷമമായി. പിന്നെ ഞാൻ അവരെ വിട്ടു. ഞാനിങ്ങനെ ക്ലാസ് എടുത്തു. ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് സിസ്റ്റർ വന്നു. സിസ്റ്റർ പറഞ്ഞു, ആരെങ്കിലും ഒരാൾ വന്ന് ഫീഡ്ബാക്ക് പറയാൻ പറഞ്ഞു. അപ്പം ഉണ്ടടാ, ഇതേ സ്ത്രീ എന്നെ വരും. എൻ്റെ മനസ്സ് ചത്തു. കാരണം അവർ പറയാൻ പോണത് എന്തായാലും നെഗറ്റീവ് ആവുമെന്ന് തോന്നി. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവർ ഗംഭീര ഫീഡ്ബാക്കാണ് പറഞ്ഞു. അവർ പറഞ്ഞെന്താണെന്നറിയോ? അവർ പറഞ്ഞത്, അവരുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് 6-7 മാസം ആയിട്ടുള്ളൂ. അവർ പറഞ്ഞ 6 മാസത്തിന് ശേഷം ഞാൻ ഒന്ന് ചിരിക്കുന്നത് ഇപ്പോഴാണ്. എന്നിട്ട് അവർ പറയാം, ചിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. എൻ്റെ ചിരികളൊക്കെ ഇങ്ങനെ നിന്ന് പോയിട്ടിരിക്കുകയായിരുന്നു, മസിലൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ സാറിന് ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് ഒരേ സമയം വിഷമമുണ്ടായി ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ ആലോചിച്ച്, പക്ഷേ സന്തോഷമുണ്ടായി. ഞാൻ ചിരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എൻ്റെ മക്കൾ, ഞാനിങ്ങനെ വന്ന് ഒരു സ്റ്റേജിൻ്റെ മുമ്പിൽ നിന്ന് സംസാരിച്ചു എന്നൊക്കെ എൻ്റെ മക്കൾ അറിഞ്ഞാൽ, അപ്പോൾ അവരുടെ പേരക്കുട്ടിയാണ്, അതായത് മക്കളുടെ കുട്ടിയാണ് ഇവിടെ ജോയിൻ ചെയ്തത്. അപ്പോൾ ആ മക്കൾ വന്നിട്ടില്ല, അമ്മേനെ വിട്ടിരിക്കുക. ഈ സ്ത്രീയാണെങ്കിൽ 5-6 മാസത്തിന് ശേഷം ആദ്യമായിട്ട് പുറത്തിറങ്ങിയതുമാണ്. അപ്പോൾ ഇന്ന് ആ സ്ത്രീ ചിരിക്കുകയും ചെയ്തു. ഹസ്ബൻഡ് മരിച്ചതിൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുകയായിരുന്നു. അവർക്കൊന്ന് പുറത്തുനിന്ന് ഇറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരുടെ മക്കൾ ഈ KGയിൽ മുത്തശ്ശീനെ KGയിലെ കുട്ടിയായിട്ട് വിട്ടതാണ്. അവരാണ് ഞാൻ ആ ക്ലാസ്സിൽ തെറ്റിദ്ധരിച്ച അവരെ, ഇവരെന്താ ആസ്വദിക്കാതിരിക്കുന്നതെന്ന് വിചാരിച്ചാൽ നോക്കുമ്പോൾ അവർ പറഞ്ഞത്. എന്നിട്ട് വന്നിട്ട് അവർ മൈക്ക് ഇങ്ങനെ പിടിച്ചിട്ട് അവർ പറഞ്ഞെന്താ അറിയോ, ദൈവമായിട്ടാണ് ഈ സാറിന് ഇവിടെ നിന്ന് കൊണ്ടുവന്നത്, ദൈവമായിട്ടാണ് കൊണ്ടുവന്നത്. കാരണം മാസങ്ങൾക്ക് ശേഷം എൻ്റെ മനസ്സിനൊരു ഒരു സുഖമുണ്ടായി, ഒരു ലഘുത്വം ഉണ്ടായി. പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് അതിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടായി, ഒരു സന്തോഷം ഉണ്ടായി, ഒരു ചിരിയൊക്കെ ഉണ്ടായി. താങ്ക് യു സോ മച്ച് സാർ. ഓ, വാട്ട് എ മൊമെൻ്റ് ഇറ്റ് വാസ്. ഞാനാണ് ഇമോഷണലായിപ്പോയി. ഒന്ന്, ഞാൻ തെറ്റിദ്ധരിച്ചല്ലോ അയാളെ, അതല്ലല്ലോ ഉണ്ടായത്. അയാളുടെ ജീവിതത്തിൽ ഭയങ്കര മാറ്റമാണ് ഉണ്ടായത്, സന്തോഷമാണ് ഉണ്ടായത്. ചില നിമിഷങ്ങൾ അങ്ങനെയാണ്. അടിപൊളിയായിരുന്നു, നല്ലൊരു മൊമെൻ്റായിരുന്നു.